നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമ്മുടെ വീട് ആ നിത്യമാം വീട് മായാലോകത്തില്, നമ്മുടെ വീട് ആ നിത്യമാം വീട് മായാലോകത്തില്. വിശ്വാസമാടി നോക്കി വേഗമോടിടാം, വേഗമോടിടാം, വേഗമോടിടാം. വിശ്വാസമാടി നോക്കി വേഗമോടിടാം, വേഗമോടിടാം, വേഗമോടിടാം. ഹല്ലേലൂയ. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കടന്നു വന്ന എല്ലാവരെയും ദൈവരാജ്യത്തിലേക്ക്, ദൈവിക ഭവനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയരെ, അല്പസമയം മാത്രമേ നമ്മൾ ഈ ഭൂമിയിലുള്ളൂ. അതിവേഗം കടന്നു പോകുന്ന ഒരു കാറ്റ് പോലെ നാം ഓരോരുത്തരും ഈ പ്ലാനറ്റിലൂടെ, ഞാൻ മുൻപേ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ, ഒരു ട്രാൻസിഷൻ പീരീഡിലാണ് ഞാനും നിങ്ങളും. ന്യൂയോർക്കിലേക്ക് പോകാൻ പോകുന്ന ഒരു വ്യക്തി കൊച്ചിയിൽ നിന്നോ ഡൽഹിയിൽ നിന്നോ വിമാനം കയറി ദുബായ് എയർപോർട്ടിൽ ഇറങ്ങി, തുടർന്ന് ഉടനെ തന്നെ അടുത്ത ഫ്ലൈറ്റ് കയറി ന്യൂയോർക്കിലേക്ക് പോകുന്നത് പോലെ സ്വർഗരാജ്യത്തിലേക്ക് നിയമിക്കപ്പെട്ട എന്നെയും നിങ്ങളെയും ഒരു ട്രാൻസിഷൻ പ്ലേസായ ദുബായ് എയർപോർട്ടിന് തുല്യമെന്ന് പറയത്തക്ക രീതിയിലുള്ള ഈ ഭൂമിയിലിറക്കി ഉടനെ തന്നെ ഇതാ ശ്രദ്ധിച്ചാട്ടെ, നമ്മൾ അതായത് ഈ ഭൂമിയിൽ ബർത്ത്ഡേ എയർപോർട്ടിലൂടെ ഇറങ്ങി, ഇതാ ആ ഗേറ്റിലൂടെ ഇറങ്ങി, ഡെത്ത് ഡേ ഗേറ്റിലൂടെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. ദുബായ് എയർപോർട്ടിൽ ഇറങ്ങി അടുത്ത ഫ്ലൈറ്റ് കയറി പോകുന്നത് പോലെ ഇതാ ദൈവരാജ്യത്തിലേക്ക് വിളിക്കപ്പെട്ട ഞാനും നിങ്ങളും ഭൂമി എന്ന ഈ പ്ലാനറ്റിൽ ജന്മദിന ഗേറ്റിലൂടെ ഇറങ്ങി, തുടർന്ന് ഒരല്പ ദിവസം ദുബായ് എയർപോർട്ടിൽ 5, 6, 7 മണിക്കൂർ കഴിഞ്ഞ് ആ വ്യക്തി ന്യൂയോർക്കിലേക്ക് കയറി പോകുന്നത് പോലെ ഇതാ ഈ ഭൂമിയിൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് 50, 60, ഏറിയ 70 അല്ലെങ്കിൽ 80 കഴിഞ്ഞ് ഞാനും നിങ്ങളും ഇതാ ദൈവരാജ്യം എന്ന ആ ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. പക്ഷേ ആ ഡെസ്റ്റിനേഷൻ വേണമെങ്കിൽ നമുക്ക് മാറ്റിക്കളയാം. അങ്ങനെ മാറ്റിക്കളയുന്നത് വലിയ അപകടവും കൂടെയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യങ്ങൾ നാം മനസ്സിലാക്കിക്കൊണ്ടിരുന്ന കാര്യം, വുമൺ യു ആർ എ ബിൽഡർ, സ്ത്രീയെ നീ പണിതെടുക്കുന്നവളാണ്. അതോടൊപ്പം നമ്മൾ ചേർന്ന് മനസ്സിലാക്കി, ഹസ്ബൻഡ് ഡോണ്ട് മേക്ക് റിവേഴ്സ് പീസ്. തലതിരിഞ്ഞ സമാധാനം ഭർത്താക്കന്മാരെ നിങ്ങൾ ഉണ്ടാക്കരുത്. തലതിരിഞ്ഞ സമാധാനം നിങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും അപകടത്തിലാകും. ഗ്ലോറി. സ്ത്രീ പണിതെടുക്കുന്ന ഒരു സ്ത്രീയാണ്. ആമേൻ, ഹല്ലേലൂയ. ഈ നാളുകളിൽ പ്രിയ സഹോദരങ്ങളെ, ലോകം കാണുന്ന പോലെയുള്ള ഒരു കാഴ്ചയല്ല നമുക്ക് വേണ്ടത്. വലിയൊരു ക്വാണ്ടിറ്റി കർത്താവ് കാണുന്നില്ല. കർത്താവ് പറയുന്ന ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, നിങ്ങളുടെ പിതാവ് സ്വർഗരാജ്യം നിങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു. ലൂക്കോസ് 12:32 നാം വായിക്കുന്നത്. ശ്രദ്ധിച്ചാട്ടെ. അതുകൊണ്ട് കർത്താവ് കാണുന്ന പോലെ കാര്യങ്ങളെ കാണുക. നാശത്തിലേക്ക് പോകുന്ന വഴി വീതിയുള്ളതും വാതിൽ വിശാലവുമാണ്, അതിലൂടെ കടന്നു പോകുന്നവർ അനേകരുമാണ്. അതുകൊണ്ട് ഇന്ന് ലോകം കാണുന്ന പോലെ ഒരു മെജോറിറ്റി മെന്റാലിറ്റി നമുക്കുണ്ടാകരുത്. ക്വാണ്ടിറ്റി മെന്റാലിറ്റി ഉണ്ടാകരുത്. പകരം ക്വാളിറ്റി മെന്റാലിറ്റി വേണം ഉണ്ടാകുവാൻ. ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ അളവാണ്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ യോഗ്യതയാണ്. ഗ്ലോറി. ക്വാളിറ്റി മെന്റാലിറ്റി വേണം ഉണ്ടാകുവാൻ. കുറെ ക്വാണ്ടിറ്റിയുമായിട്ട് നരകത്തിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ഇതാ വളരെ ചുരുക്കം ക്വാളിറ്റി ഉള്ളവരുമായി സ്വർഗരാജ്യം അവകാശമാക്കുന്നതാണ് നല്ലത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. ഈ സഭയിലെ ഈ ശബ്ദപരിധിയിൽ കേൾക്കുന്ന ഓരോ പുരുഷന്മാരും ഓരോ സ്ത്രീകളും ദൈവവചനത്തിന് അലൈൻഡ് ആയിട്ട് വേണം പോകുവാൻ. ശ്രദ്ധിക്കുക, നിങ്ങൾ ദൈവവചനത്തിന് അലൈൻഡ് ആയിട്ടുള്ള സുവിശേഷം സന്ദേശം ഇവിടെ കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ജനങ്ങൾ പൊഴിഞ്ഞുകൊണ്ടേയിരിക്കും. പൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. ഒരു കൂട്ടത്തിൽ ജനങ്ങൾ പൊഴിഞ്ഞു പോകും. എന്നാൽ അത് എന്ത് ടൈപ്പ് ജനമായിരിക്കും പൊഴിഞ്ഞു പോണെന്നറിയാമോ? ദൈവത്തിന്റെ ചിന്തകളോട് അലയം ചെയ്യുവാൻ വിസമ്മതിക്കുന്ന ജനം പൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും.
കാരണം ഇതാ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിൽ നിൽക്കുവാൻ പറ്റാത്ത ഒരു കൂട്ടം ജനമുണ്ട്. ആളുകളെ കൂട്ടുന്നതിലല്ല കാര്യം, ആളുകളെ ഒരുക്കുന്നതിലാണ് കാര്യം. ഗ്ലോറി. കർത്താവ് ദൈവദാസന്മാരുടെ 2000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, നിങ്ങൾ ആളുകളെ കൂട്ടുന്നുണ്ട്, പക്ഷെ നിങ്ങൾ അവരെ ഒരുക്കുന്നില്ല. അവരോട് പറഞ്ഞു, നിങ്ങൾ കരയും കടലും കടന്ന് ജനത്തെ നിങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കുന്നത് കരയും കടലും കടന്നുപോയി നിങ്ങൾ പ്രസംഗിക്കുന്നത് എന്താ? ദൈവവചനം. നിങ്ങൾ കിട്ടുന്ന ആളുകൾ ആരാ? വിശ്വാസികൾ. എന്നിട്ട് അവരെ നിങ്ങൾ ആരാക്കുന്നു? ചേർക്കുന്നതല്ല പ്രാധാന്യം, അതിനേക്കാൾ പ്രാധാന്യം അവരെ നിങ്ങൾ ആരാക്കുന്നു? അവരെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരക സന്തതികൾ ആക്കി മാറ്റുന്നു. ഗ്ലോറി. ഇന്നത്തെ കണക്കനുസരിച്ച് ഇതാ ദൈവം പറയുന്ന ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഒരു ഭൂതം ഇളകിയപ്പോൾ ഭൂതം ദൈവദാസനോട് പറയുകയാണ്, യേശുക്രിസ്തു മരിച്ചിട്ട് എന്തിനാ? വലിയ കാര്യം വല്ലതും ഉണ്ടായോ? 90% ഞങ്ങളുടെ കയ്യിലാണ് ക്രിസ്ത്യാനികൾ ഇരിക്കണേ. വെറും 10% താഴെ ഉള്ളൂ യേശുവിന് കിട്ടിയത്. ഇന്ന് യേശു വന്നാൽ 5% പോലും ഇല്ല. അപ്പോ പിശാച് വാദിക്കുക, വെല്ലുവിളിക്കുകയാണ്. ഗ്ലോറി. ഇന്നലെ ഞങ്ങൾ ബൈബിൾ ക്ലാസ്സിൽ അത് കുറച്ചൊക്കെ കാണിക്കുകയുണ്ടായി. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇങ്ങനെ വലിയൊരു ക്വാണ്ടിറ്റിയെ കൂട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. യേശു പറഞ്ഞു, പ്രസംഗിക്കുന്ന ദൈവദാസനും ഈ കൺവെർട്ട് ചെയ്ത് വചനം കേട്ട് കൺവെർട്ട് ചെയ്ത് കടന്നു വന്ന വിശ്വാസി നരകത്തിലേക്കേ പോവുള്ളൂ. നിങ്ങൾ അവരെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരക യോഗ്യർ ആക്കുന്നു. അപ്പൊ പ്രിയരെ, അങ്ങനെ ഒരു കൂട്ടത്തെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. ദൈവവചന സത്യത്തിൽ യഥാർത്ഥത്തിൽ പ്രസംഗിച്ചു വരുമ്പോ മാനസാന്തരപ്പെടുന്നവർ അടുത്തടുത്ത് കൂടിക്കൊണ്ടേയിരിക്കും. മാനസാന്തരപ്പെടാൻ മനസ്സില്ലാത്തവർ ഓടിക്കൊണ്ടേയിരിക്കും. ദൈവത്തിന്റെ വചനം പറഞ്ഞു, എന്താ ന്യായവിധി? വെളിച്ചം ലോകത്തിൽ വന്നിട്ടും നിങ്ങളുടെ പ്രവൃത്തികൾ ദോഷമുള്ളതായതുകൊണ്ട്, ആ പ്രവൃത്തി വിട്ടുതിരിയാൻ നിങ്ങൾക്ക് മനസ്സില്ല. ദോഷമുള്ളതായതുകൊണ്ട് നിങ്ങൾ വെളിച്ചത്തെ സ്നേഹിച്ചില്ലെന്നല്ല, വെളിച്ചത്തെക്കാൾ ഉപരി യേശുവിനെ സ്തുതിച്ചില്ലെന്നല്ല, യേശുവിനെ ആരാധിച്ചില്ലെന്നല്ല, അതിനേക്കാൾ ഉപരി നിങ്ങൾ ഇരുട്ടിനെ സ്നേഹിച്ചു. കാരണം എന്താ? നിങ്ങളുടെ പ്രവൃത്തി ദോഷമുള്ളത്, അത് വിട്ടു തിരിഞ്ഞു വരാൻ നിങ്ങൾക്ക് മനസ്സില്ല. അപ്പൊ അങ്ങനെ ഒരു കൂട്ടം ഇതാ നീതിയിൽ നിന്ന് നീതിയിലേക്ക് ഈ സഭയെ കർത്താവ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോ ഇതാ അങ്ങനെ ഒരു കൂട്ടം വിട്ടുപോയിക്കൊണ്ടേയിരിക്കും. കാരണം അവർക്ക് തിരിയാൻ വയ്യ, അവർക്ക് അവരുടെ രാജ്യത്തെ വിട്ടുപിരിയാൻ വയ്യ. യേശു പറഞ്ഞതുപോലെ, പിതാവേ എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടമെന്ന് പറയാൻ വയ്യ. അങ്ങനെ വരുമ്പോൾ അത് വിട്ടുപോയേ പറ്റൂ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളുടെ യാത്ര ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം, ഇറങ്ങി തിരിച്ചു വമ്പൻ കൂട്ടമാണ്. എന്നാൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കും തോറും പിറുവിറുക്കുന്ന ഇതാ ദൈവത്തിനെതിരെ സംസാരിക്കുന്ന ആ കൂട്ടം എല്ലാം മരുഭൂമിയിൽ തള്ളപ്പെട്ടു പോകുവാനായിട്ടിടയായി. ഗ്ലോറി ടു ഗോഡ്. അപ്പൊ ഈ യാത്രയില് ഇത് ആരെല്ലാം വന്നാലും ആരെല്ലാം വന്നില്ലേലും നമ്മുടെ ജീവിതം അവരുടെ എല്ലാം മുമ്പിൽ ഒരു മാതൃകയായിക്കൊണ്ട്, നമ്മുടെ ജീവിതം ഒരു പ്രസംഗമായിക്കൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് പോയിക്കൊള്ളണം. യേശുവിനെ അനുഗമിച്ച് പോയിക്കൊള്ളണം. ഈ യാത്രയിൽ ചിലപ്പോൾ പലരും നഷ്ടപ്പെട്ടു പോകും. ഗ്ലോറി. ചിലപ്പോ ചില സഹോദരിമാർക്ക് ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടു പോകും, ചില സഹോദരന്മാർക്ക് ഭാര്യ നഷ്ടപ്പെട്ടു പോകും. ലോത്തിന് ഭാര്യ നഷ്ടപ്പെട്ടു പോയി. ഗ്ലോറി. എന്നാൽ ഇതാ ഭാര്യ അനുസരിക്കുവാൻ തീരുമാനിച്ച ഇതാ ആദം കുടുംബമായി നഷ്ടപ്പെട്ടു. ഗ്ലോറി. ആദം എന്ത് ചെയ്യുന്നറിയാമോ? തന്റെ ജീവിതം ഇതാ ഹവ്വ എന്ന യാഗപീഠത്തിൽ തന്നെ യാഗമായിട്ട് കൊടുത്തു. ഗ്ലോറി. ഹവ്വ എന്ന യാഗപീഠത്തിൽ തന്നെ യാഗമായിട്ട് വെച്ചു. ആ കുടുംബം നശിച്ചുപോയി. ആ യാഗപീഠത്തിൽ ഞാനും നിങ്ങളും ഉണ്ടായിരുന്നു. ഞാനും നിങ്ങളും ഇതാ ഹവ്വ എന്ന യാഗപീഠത്തിൽ ഇതാ ആദം യാഗം കഴിച്ചപ്പോ തന്നെയാണ് യാഗം കഴിക്കാൻ വെച്ചത്. ആ സമയത്ത് എന്തു പറ്റിയെന്ന് അറിയാമോ? ആ സമയത്ത് ഞാനും നിങ്ങളും അതിൽ യാഗം കഴിക്കപ്പെട്ടു. ഞാനും നിങ്ങളും മരണത്തിന്റെ പിടിയിലായി. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കിടന്നു. ഇതുകൊണ്ടാണ് ഭർത്താക്കന്മാരോട് കഴിഞ്ഞ ആഴ്ചകൾ കേട്ടത്, ഡോണ്ട് മേക്ക് റിവേഴ്സ് പീസ്. തലതിരിഞ്ഞ സമാധാനം ഉണ്ടാക്കാൻ പോകരുത്. ഇന്ന് അനേക ദൈവദാസന്മാർ, ദൈവദാസന്മാർ മാത്രമല്ല അനേക പുരുഷന്മാർ ഇന്ന് ഭാര്യമാരുടെ അടിമകളായിട്ട് കിടക്കുക. അവരെ പേടിച്ചു കഴിയുക. എന്താ ബ്രദറെ അങ്ങനെ ചെയ്തത്? അങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ കുടുംബത്തിൽ സമാധാനം വേണ്ടയോ? ആ സമാധാനം ഉണ്ടാക്കരുത്. അവിടെ ഒരല്പ സമാധാനം ഉണ്ടായില്ലേലോ നിങ്ങൾ ദൈവത്തിന്റെ സമാധാനം ഉണ്ടാക്കുക. കാരണം കർത്താവ് പറഞ്ഞത്, ഞാൻ സമാധാനം ഉണ്ടാക്കാൻ വന്നു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ സമാധാനം അല്ല, വാളത്ര വരുത്താൻ വന്നത്. കുടുംബത്തിന്റെ ഉള്ളിൽ സമാധാനക്കേടുണ്ടാകും. അപ്പൻ മകനോട്, അമ്മായിയമ്മ മരുമകളോട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ചിരിക്കുമെന്ന് യേശു പറഞ്ഞെങ്കിൽ അതിനെതിരെ ഒരു സമാധാനം ഉണ്ടാക്കാൻ പോകരുത്. അതിനെതിരെ ഒരു സമാധാനം ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ കുഞ്ഞെ നീയും ആദം ഉണ്ടാക്കിയതുപോലെ ഇരിക്കും. നീയും കുടുംബവും നശിച്ചു പോകും. ഗ്ലോറി. ദൈവ ഇഷ്ടത്തിന് വേണ്ടി നിലകൊള്ളുക. ദൈവ ഇഷ്ടത്തിന് വേണ്ടി നിലകൊള്ളുക. സഹോദരിമാരെ, നിങ്ങൾ ബിൽഡ് ചെയ്യുന്നവരാണ്. നമ്മൾ വായിച്ചു
ജ്ഞാനമുള്ള സ്ത്രീ എന്ത് ചെയ്യുന്നു? അതായത് വചനമുള്ള സ്ത്രീ, അതാണ് ജ്ഞാനം. വചനമുള്ള സ്ത്രീ കുടുംബത്തെ പണിയുന്നു, അവൾ പണിതെടുക്കുന്നു. അല്ലാത്തവളോ സ്വന്തം കയ്യാൽ പൊളിച്ചു കളയുന്നു. ഗ്ലോറി ടു ഗോഡ്. ഇതാ ഹവ്വ വചനം, ദൈവവചനം കയ്യിലുണ്ട്. പക്ഷേ പിശാച് എന്ന് പറഞ്ഞപ്പോ അതിനെ തള്ളി മാറ്റിയിട്ടിട്ട് പിശാച് പറഞ്ഞ കയ്യിലെടുത്തു. ഗ്ലോറി. അവൾ പൊളിച്ചു കളഞ്ഞു, സ്വന്തം കുടുംബത്തെ പൊളിച്ചു. എന്നാൽ ആദത്തിനത് പണിതെടുക്കാമായിരുന്നു. ആദം അത് ചെയ്തില്ല. ആദം തന്റെ ജീവിതത്തെ ഹവ്വ എന്ന യാഗപീഠത്തിൽ യാഗം കഴിച്ചു. ഗ്ലോറി. അങ്ങനെ ചെയ്യരുത് നമ്മൾ. ഹല്ലേലൂയ. അപ്പൊ കഴിഞ്ഞ ആഴ്ചകൾ നമ്മൾ കേട്ടത് ഇതാ, സ്ത്രീയെ നീ പണിതെടുക്കുന്നവളാണ്. ഗ്ലോറി. നീ പണിതെടുക്കുന്നവളാ. പൊളിച്ചു കളയാനും കഴിയും, നീ പണിതെടുക്കുന്നവളാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് എന്താണ് സ്ത്രീകളുടെ ജീവിതത്തിലെ കൺസ്ട്രക്റ്റീവ് പാർട്ട്? ഇത് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ഇടയായി. എന്താണ് സ്ത്രീകളുടെ ജീവിതത്തിൽ കൺസ്ട്രക്റ്റീവ് പാർട്ട്? ഗ്ലോറി. എന്താണ് ഡിസ്ട്രക്റ്റീവ് പാർട്ട്? ആദ്യത്തെ ദൈവം വെച്ചത് ഇതാ സർവ്വഭൂമിയെ വാഴാനാണ്. ഗ്ലോറി. രാജാവായ വെച്ച് ആ രാജാവായി കർത്താവ്, അത് 31:28 പറയുന്നത്, യു ഷുഡ് ഹാവ് ഡൊമീനിയൻ ഓവർ എർത്ത്. നീ ഭൂമിയെ വാഴുവാനായിട്ട് ഇടയാകണം എന്ന് പറഞ്ഞ് വെക്കുമ്പോൾ തന്നെ ഇതാ അതിന് സഹായിയായിട്ട് ഒരാളെ കൊടുത്തു. ആരെയാണെന്നറിയാമോ? ഭൂമിയെ കൊടുത്ത വേലയ്ക്ക് സഹായിയായിട്ട് ഒരാളെ കൊടുത്തു. സഹായിയായിട്ട് എന്ന് പറഞ്ഞ സഹായിയായിട്ട് ഇതാ ഉൽപ്പത്തി 2:18 സ്ത്രീകളുടെ കൺസ്ട്രക്റ്റീവ് പാർട്ടായി പറയുന്നത്. അതുകൊണ്ട് സഹായിയായിട്ട് ഒരാളെ കൊടുത്തു. ഐ വിൽ മേക്ക് ഹിം എ ഹെൽപ്പ് മീറ്റ് ഫോർ ഹിം. നിനക്ക് ഈ ഞാൻ ചെയ്ത പണിക്ക് സഹായത്തിനായിട്ട് ഒരാളെ ഞാൻ തന്നെ നിനക്ക് തരാം. അപ്പൊ സഹായം എന്ന് പറയുമ്പോ തന്നെ മനസ്സിലായി ഒരു പണിയുണ്ട്. അപ്പൊ സ്ത്രീയെ ഈ ദൈവം വെച്ച പ്രവൃത്തിയിലാണ് നിൽക്കുന്നതെങ്കിൽ അവൾ പണിതെടുക്കും. ഗ്ലോറി. എന്നാലേ അതിന് തല തിരിഞ്ഞുപോയി. ആ സംഭവം തല തിരിഞ്ഞുപോയി. ഇന്ന് അപ്സൈഡ് ഡൗൺ ആണ്. ഇന്ന് തല തിരിഞ്ഞാ പോണത്. ഇന്ന് സ്ത്രീകളിൽ കൺസ്ട്രക്റ്റീവ് പാർട്ട് വെളിപ്പെടണമെങ്കിൽ നിങ്ങളെ കീഴടക്കിയാലേ കൺസ്ട്രക്റ്റീവ് പാർട്ട് വെളിപ്പെടാൻ പറ്റത്തുള്ളൂ. ഗ്ലോറി. ഇതാണ് കൺസ്ട്രക്റ്റീവ് പാർട്ട്. ഇതുകൊണ്ടാണ് ഈ കൺസ്ട്രക്റ്റീവ് പാർട്ട് ഉള്ളത് കൊണ്ടാണ് സാറ എന്ത് ചെയ്തത്? അബ്രഹാമേ എന്നല്ല, യജമാനനെ എന്ന് വിളിച്ച് ഭരിച്ചതല്ല, കീഴടങ്ങിയിരുന്നത്. ഗ്ലോറി. അവളെ തന്നെ അടക്കുകയായിരുന്നു. അങ്ങനെ ദൈവവചനം പറയാം, നന്മ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ അവളുടെ മക്കളായിരിക്കും. ഗ്ലോറി. ഇനി ശ്രദ്ധിക്കുക. ഇനി ഇതാ ദൈവം വെച്ച ഈ കൺസെപ്റ്റ്, ഈ പ്രവൃത്തി കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അകത്ത് ഓൾറെഡി എന്താ പറയുന്നേ, ബിൽഡ് ചെയ്ത് കിടക്കുകയാ. നിങ്ങളുടെ അകത്ത് ബിൽഡ് ചെയ്ത് കിടക്കുകയാ. അതായത് മുൻകൂട്ടി പൈസ അടച്ച കാർഡില്ലേ, പ്രീപെയ്ഡ് കാർഡ്, ഇതേപോലെ നിങ്ങളുടെ ഉള്ളിൽ ഇത് മൊത്തം ബിൽഡ് ചെയ്ത് കിടക്കുക. ഒരു പുരുഷൻ എന്തൊക്കെ വേണോ അതൊക്കെ ദൈവം നിങ്ങളുടെ സ്ട്രക്ചറിൽ വെച്ചിട്ടുണ്ട്. ഗ്ലോറി. ഒരു കുടുംബത്തെ വളർത്താൻ എന്തൊക്കെ വേണോ അതൊക്കെ നിങ്ങളുടെ സ്ട്രക്ചറിൽ വെച്ചിട്ടുണ്ട്. കാരണം യു ആർ ദ ഹെൽപ്പ്. നിങ്ങൾ സഹായിയ. ഗ്ലോറി. എന്ത് വേണേലും നിങ്ങളുടെ കൈകളുണ്ട്. ഒരു ടെക്നീഷ്യൻ ഇതാ മുകളിൽ കയറുമ്പോ ഹെൽപ്പറുടെ കയ്യിൽ പ്ലെയർ ഉണ്ട്, ഹെൽപ്പറുടെ കയ്യിൽ സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, ഹെൽപ്പറുടെ കയ്യിൽ ഇതാ പ്ലഗ് ഉണ്ട്, സ്ക്രൂ ഉണ്ട്. ഇതാ ടെക്നീഷ്യൻ നീട്ടുമ്പോ തന്നെ പ്ലെയർ വേണമെങ്കിൽ പ്ലെയർ, സ്ക്രൂ ഡ്രൈവർ വേണമെങ്കിൽ സ്ക്രൂ ഡ്രൈവർ, പ്ലഗ് വേണമെങ്കിൽ പ്ലഗ്, എല്ലാം കൊടുത്തിരിക്കും ഹെൽപ്പർ. ഇതേപോലെ പുരുഷൻ എന്തൊക്കെ വേണോ അത് കൈ നീട്ടുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ദൈവം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പണിതെടുക്കാം. ഗ്ലോറി. പണിതെടുക്കാം. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചേ, എന്താണ് ഡിസ്ട്രക്റ്റീവ് പാർട്ട്? സ്ത്രീകളിലുള്ള ഡിസ്ട്രക്റ്റീവ് പാർട്ട് എന്താണ്? ഡിസ്ട്രക്റ്റീവ് പാർട്ട് ഇതാ പാപം ചെയ്തു കഴിഞ്ഞപ്പോ ദൈവം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു, പിശാച് കുഞ്ഞെ നിന്റെ ചിന്തയെ തല തിരിച്ചു കളഞ്ഞു. ഇനി നീ ഭർത്താവിനെ സഹായിക്കാനല്ല ആഗ്രഹിക്കണേ. ഗ്ലോറി. ഭർത്താവിനെ സഹായിക്കാനല്ല ആഗ്രഹിക്കണേ. ഇനി നീ ഭർത്താവിനെ നിയന്ത്രിക്കാൻ തുടങ്ങാൻ പോവുക. പിശാച് ആ ചിന്ത നിന്റെ അകത്ത് ഇട്ട് കഴിഞ്ഞു. ഇതുകൊണ്ടാണ് പാപം ചെയ്തതിനു ശേഷം ഉൽപ്പത്തി പുസ്തകം 3:16 ദൈവത്തിന്റെ വചനം പറയുന്നത്, then he said to the woman, ദൈവം സ്ത്രീയോട് പറഞ്ഞു, ഐ വിൽ ഷാർപ്പൻ ദ പെയിൻ ഓഫ് യുവർ പ്രഗ്നൻസി ആൻഡ് ഇൻ പെയിൻ യു വിൽ ഗിവ് ബർത്ത്. ദാറ്റ് ഇസ് എ പണിഷ്മെന്റ് ഫ്രം ദ ഫാദർ. അനുസരണക്കേട് കാണിച്ചതിന് മക്കൾക്ക് ചൂരൽ കൊണ്ട് നല്ല അടി കൊടുക്കുന്നത് പോലെ ഇത് അനുസരണക്കേട് കാണിച്ച ഹവ്വയ്ക്ക് ഇതാ ആ സ്ത്രീകൾക്ക് മുഴുവനുമായിട്ട് ദൈവം ഒരു അടി കൊടുത്തിരിക്കുകയാണ്. എന്താണ്? ഇങ്ങനെ വേദനയോട് നീ മക്കളെ പ്രസവിക്കും. ഇതുമായിട്ടുള്ള ഈ മക്കളെ പ്രസവമായിട്ടുള്ള ബന്ധം മുഴുവൻ ഇവർക്ക് വേദനയായിരിക്കും. ഗ്ലോറി. വേദനയോടെ ഇത് വരുമ്പോ തന്നെ ഓർത്തോണം, എന്റെ മൂത്ത അമ്മച്ചി ഇതാ ദൈവം വെച്ച വ്യവസ്ഥയെ തെറ്റിച്ച് ഇതാ ഭർത്താവിനെ ഭരിക്കുവാനായിട്ട് കടന്നുപോയത് കൊണ്ട് കൊടുത്ത ശിക്ഷയാണ് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ഭർത്താവിന് കീഴ്പ്പെട്ടിരുന്ന ഞാൻ ചിന്തിക്കുക, ഒരുപക്ഷെ ആ ചൂരൽ വരെ ദൈവം എടുത്ത് കളയും. ഗ്ലോറി. ആ ചൂരൽ വരെ ദൈവം എടുത്ത് കളയും. എന്തുകൊണ്ട്? എന്നിട്ട് പിന്നെ കർത്താവ് പറയുന്ന അടുത്ത കാര്യം എന്നറിയാമോ? ആൻഡ് ഇതാണ് അപകടം പിടിച്ച കാര്യം. പുരുഷന്മാരെ ശ്രദ്ധിച്ചുകൊള്ളുക. And you will desire to control your husband. സംഭവം ഹെൽപ്പർ ഇപ്പൊ മാനേജറായി.
യു വിൽ ഡിസയർ ടു കൺട്രോൾ യുവർ ഹസ്ബൻഡ്. നീ നിന്റെ ഭർത്താവിനെ നിയന്ത്രിക്കുവാൻ ആഗ്രഹിക്കും. ഏതൊരു സ്ത്രീയുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കിയേ, ഈ ആഗ്രഹം ഇല്ലെന്ന് നോക്കിയേ. കോളേജിൽ പഠിക്കുമ്പോഴേക്കാണ് പരസ്പരം കൂട്ടുകാരികൾ സംസാരിക്കുമ്പോ ഇതാ എന്തോ സംസാരിക്കണേ, എടി കയ്യിലെടുക്കണോടി, കയ്യിലെടുക്കണം, ഗ്ലോറെ കയ്യിലെടുക്കണം. എന്തോ അടുത്തുണ്ടെങ്കിൽ നീ പറയുന്നിടത്ത് കാര്യം നിൽക്കണം. ഗ്ലോറെ ഇതൊരു ശാപമാ, ഇതൊരു ശാപമാ. തലതിരിഞ്ഞു പോയതാ, പിശാചിനെ അനുസരിക്കാൻ പോയതുകൊണ്ട് സ്ത്രീകളുടെ ഉള്ളിൽ കയറിയ സംഭവമാ. ഹെൽപ്പറും മാനേജറായി. ഗ്ലോറെ ഈ സംഭവം നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു സിസ്റ്റം കയറിയിട്ടുണ്ട്. ഇതിനെ ഞാൻ കീഴടക്കണം. ഇതിനെ ഞാൻ കീഴടക്കിയെങ്കിലേ എനിക്ക് എന്റെ ഭർത്താവിനെ കീഴടങ്ങിയിരിക്കാൻ പറ്റത്തുള്ളൂ. ഇത് അകത്തിട്ടേക്കണത് പിശാചാണ്. അതുകൊണ്ട് നാച്ചുറൽ രീതിയിൽ ജീവിക്കുന്ന ഒരു പുരുഷനും ഇതിനെ കീഴടക്കാൻ പറ്റൂല. ഹലോ, ശ്രദ്ധിച്ചു കേൾക്കുക. നാച്ചുറൽ രീതിയിൽ ഈ ലോകപ്രകാരം ജീവിക്കുന്ന ഒരു പുരുഷനും ഈ പവറിനെ കീഴടക്കാൻ പറ്റൂല. കാരണം ഈ പവർ സ്ത്രീകളുടെ അകത്ത് വീണത് പിശാചിനാല. ഗ്ലോറി. എന്നാൽ കീഴടക്കാൻ ഒറ്റ അവസ്ഥയുള്ളൂ. ദൈവത്തിന്റെ വചനം നിങ്ങളുടെ കയ്യിലുണ്ടോ? ഗ്ലോറി. ദൈവത്തിന്റെ വചനം നിങ്ങളുടെ കയ്യിലുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് കീഴടക്കാം. മാത്രമല്ല ഇവരെ രക്ഷിക്കാം. അല്ല എങ്കിൽ രണ്ടും കൂടി നാശത്തിലേക്ക് പോകാനായിട്ട് ഇടയാകും. രണ്ട് നാശത്തിലേക്ക് പോകാൻ ഇടയാകും. ഗ്ലോറി. ശ്രദ്ധിച്ചു കേൾക്കുക. ഇതാ ഇവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യം എന്നാണെന്നറിയാമോ? ലോർഡ് ഐ ലവ് യു. ശ്രദ്ധിച്ചേ, സ്ത്രീകളുടെ ഉള്ളിൽ പിശാച് ആ പവർ ഇട്ടെങ്കിലും ദാ ദൈവം തുടർന്ന് പറഞ്ഞെന്നറിയാമോ? ശ്രദ്ധിച്ചു കേട്ടോണം, ശ്രദ്ധിച്ചു കേട്ടോ. ബട്ട് ഹി വിൽ റൂൾ ഓവർ യു. നീ അവനെ ഭരിക്കുവാൻ നീ ആഗ്രഹിക്കും. ബട്ട് ഹി, പുരുഷൻ, will rule over you. That is the power of God. Glory. Hallelujah. He will rule over you. Glory. അങ്ങനെ ദൈവം പറഞ്ഞെങ്കിൽ അതിൽ ആ ശക്തി അകത്ത് വേണമെങ്കിൽ യേശുവിനെ പോലെ പിതാവിനെ അനുസരിക്കുന്ന വചനം കിട്ടുന്ന ഒരു വ്യക്തിയായിരിക്കണം. വചനം കിട്ടി അതനുസരിച്ച് മൂവ് ചെയ്യാത്ത എല്ലാവരും ഇതിൽ കീഴടങ്ങും. ഗ്ലോറി. എല്ലാവരും ഇതിൽ കീഴടങ്ങും. ഹല്ലേലൂയ. അപ്പൊ ഇതൊരു ഡിസ്ട്രക്റ്റീവ് പാർട്ടാ. കൺസ്ട്രക്റ്റീവ് പാർട്ടിനെ കുറിച്ച് നിങ്ങൾ കേട്ടു. ദൈവം വെച്ച ഹെൽപ്പ്, സഹായി. ഇത് ഡിസ്ട്രക്റ്റീവ് പാർട്ടാ. അപ്പൊ പ്രിയ ദൈവത്തിന് ഇത് മനസ്സിലാക്കി വേണം നമ്മൾ ഓരോ ദിവസവും മൂവ് ചെയ്യാനായിട്ട്. ഹല്ലേലൂയ. ഓരോ ദിവസവും മൂവ് ചെയ്യണം. ഇതാ സഹോദരിമാരെ, നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുണ്ട്. ഈ ഭരണം എന്ന് പറഞ്ഞാല് ആരുതാ അടിയെന്നുള്ള ഭരണമൊന്നുമല്ല. പകരം ശ്രദ്ധിച്ചേ, ദൈവവചനം കൊണ്ട് ഇവരെ പണിതെടുത്ത് ഒരുക്കി ഇവരെയും കുഞ്ഞുങ്ങളെയും ഒരുമിച്ച് സ്വർഗരാജ്യത്തിൽ എത്തിക്കുന്നതാണ് ആ പണി. ഗ്ലോറി. ഹല്ലേലൂയ. ഇതാ കർത്താവ് ചെയ്തേ. കർത്താവ് ഭർത്താവാ. കർത്താവ് എന്താ ചെയ്തേ? നമ്മൾ വായിച്ചു വാക്യത്തിൽ. സഭയുടെ പുറകെ വാലാട്ടിക്കൊണ്ട് പോവല്ല ചെയ്തേ. പിന്നെ എന്താ ചെയ്തേ? സഭ പറഞ്ഞു നീ മരിക്കൊന്നും വേണ്ട. കർത്താവ് പറഞ്ഞു പോ പിശാചേ. ഗ്ലോറി. സഭ പറഞ്ഞു, അതായത് പത്രോച്ചൻ പറയാ നീ കാൽവരി ക്രൂശിൽ മരിക്കുമെന്നും വേണ്ട. ഉടനെ യേശു അത് ആരുടെ ആലോചനയായിട്ട് എടുത്തു? പത്രോസിന്റെ ആലോചനയായിട്ട് എടുത്തോ? ആരുടെ ആലോചനയായിട്ട് എടുത്തേ? എങ്ങനെ അറിയാം പിശാചിന്റെ ആണെന്ന്? കാരണം യേശു ആരുടെ ഉത്തരം പറഞ്ഞേ? യേശു ആരെ ശാസിച്ചേ? പോ പിശാചേ. അപ്പൊ ഈ സഭയിലൂടെ സംസാരിച്ചത് ആരാ? പത്രോസിനോട് സംസാരിച്ചത് ആരാ? പിശാച സംസാരിച്ചേ. പോ പിശാചേ. നീ ദൈവത്തിനുള്ളതല്ല കരുതുന്നേ, ഈ മനുഷ്യർക്കുള്ളതാ കരുതുന്നേ. ഗ്ലോറി. നീ ദൈവത്തിനുള്ളതല്ല കരുതുന്നേ, ഈ മനുഷ്യർക്കുള്ളതാ കരുതുന്നേ. ഹല്ലേലൂയ. ആമേൻ. എന്നിട്ട് എന്ത് ചെയ്തു യേശു? യേശു പറഞ്ഞ ഒറ്റ കാര്യം, ദേവദാസന്മാരെ, പുരുഷന്മാരെ ശ്രദ്ധിച്ചു കേൾക്കുക. യേശു പറഞ്ഞ ഒറ്റ കാര്യം പിതാവിനോട്, പിതാവേ, എന്റെ ഭാര്യയുടെ ഇഷ്ടമല്ല, അങ്ങനെയല്ല, എന്റെ ഇഷ്ടമല്ല, ഈ ലോകത്തിൽ ഒരുവന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. ഇങ്ങനെയാ ഭരിക്കണേ. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയാ ഭരിക്കണേ. നമ്മുടെ ഇഷ്ടത്തിനോ ദൈവം നമുക്ക് സഹായമായി തന്ന ഭാര്യയുടെ ഇഷ്ടത്തിനോ കടന്നു പോകാതെ അങ്ങയുടെ ഇഷ്ടം എന്നിൽ വരട്ടെ. ഇങ്ങനെയാ ഭരിക്കണേ. ആ വ്യക്തികൾ ജയം പ്രാപിക്കുവാനായിട്ട് ഇടയാകും. ശ്രദ്ധിക്കുക, ആ വ്യക്തികൾ ജയം പ്രാപിക്കുവാനായിട്ട് ഇടയാകും. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ കേട്ടു, ഇതേ വാക്യം തന്നെയാണ് ജെനസിസ് ചാപ്റ്റർ 4:7 പറയുന്നത്. നമ്മൾ വായിച്ച അതേ വാക്യം. ദാ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നെ കൺട്രോൾ ചെയ്യാനാ, നീ അതിനെ
കീഴടക്കണം. ഇതേ വാക്യം തന്നെ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോഴും പറയുന്നത് ഇതാ, നീ നിന്റെ ഭർത്താവിനെ കൺട്രോൾ ചെയ്യുവാൻ ആഗ്രഹിക്കും, എങ്കിലും അവൻ നിന്നെ ഭരിക്കും. ഇത് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ നാം മനസ്സിലാക്കിയതാണ്. ഇതാ ശ്രദ്ധിക്കുക, സ്ക്രീനിലേക്ക് നോക്കി നിങ്ങൾക്ക് കാണാം, മാൻ യു ആർ ക്രിയേറ്റഡ് ടു സാക്രിഫൈസ് ദിസ് ലൈഫ് ഫോർ യുവർ ക്രിയേറ്റർ. നിന്റെ സൃഷ്ടാവിന് വേണ്ടി യാഗം കഴിക്കാനാണ് ദൈവം ഈ ജീവിതത്തിൽ നിന്നെ വെച്ചേക്കണേ. ഗ്ലോറി, നോട്ട് ഫോർ ദ ഗോഡ് ഗിവൺ ഹെൽപ്പർ യുവർ വൈഫ്. വൈഫിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യാനല്ല, ഈ ലോകത്തിൽ എന്തിനെങ്കിലും വേണ്ടി സാക്രിഫൈസ് ചെയ്യാനല്ല. നമ്മളെ രണ്ടുപേരെയും ദൈവം ഉണ്ടാക്കിയത് ദൈവത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യാനാണ്. മനസ്സിലാവുന്നുണ്ടോ? ആമേ. ഇതാ നമ്മൾ കണ്ട ഒരു യാഗപീഠം. ഈ യാഗപീഠത്തിൽ കയറി കിടക്കണം ആരാ? യാഗപീഠത്തിന്റെ പേരെന്നാണെന്നറിയാമോ? യാഗപീഠത്തിന്റെ പേരാണ് ഹവ്വ. ഹവ്വ എന്ന യാഗപീഠത്തിൽ കയറി കിടക്കണം ആരാ? ആദം. ഗ്ലോറി, ഇങ്ങനെ കയറി കിടക്കരുത്, അപകടമാ. ഇങ്ങനെ നമ്മുടെ മൂത്തപ്പം കയറി കിടന്നുകൊണ്ടാ ഇന്ന് മരണം നമ്മളെ വാഴുന്നേ. ഗ്ലോറി, ഇങ്ങനെ കയറി കിടക്കരുത്. ഇനി അടുത്തയാള് ഇതാ, സാംസൺ എന്ന് പറയുന്ന ഒരു വീരയോദ്ധാവ് ഉണ്ടായിരുന്നു. ഈ സാംസൺ എന്ന് പറയുന്ന വീരയോദ്ധാവ് ദലീല എന്ന യാഗപീഠത്തിൽ തന്നെ തന്നെ സമർപ്പിച്ചു. ഗ്ലോറി, ഹല്ലേലൂയ. ഇങ്ങനെ ഒരു പരാജയമായി തീരാനുള്ള ദൈവം നമ്മളെ വിളിച്ചത്. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ഇനി അടുത്തത് നമുക്ക് മനസ്സിലാക്കാം. ഇതാ, സൗൾ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ഒന്നാമത്തെ ഒരു മഹാരാജാവ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരനെ ദൈവം തൂക്കിയെടുത്ത് കളഞ്ഞു. കാരണം എന്താണെന്നറിയാമോ? മനുഷ്യഷ്ടത്തിനനുസരിച്ച് രാജ്യം ഭരിച്ചു. ദൈവം പറഞ്ഞു ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്നിന്ന ശത്രുവിനെ കണ്ടാൽ അതാ അവന്റെ പൂർണ്ണമായി നശിപ്പിച്ച് കളയണം. എന്നാൽ ദ്രവ്യാഗ്രഹികളായ കുറെ ആളുകളെയും കൂട്ടിക്കൊണ്ട് താൻ പോയേ, പടയാളികളെയും കൂട്ടിക്കൊണ്ട്. അവര് പറഞ്ഞു എന്തിനൊക്കെ നശിപ്പിക്കണം, ഇതൊക്കെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. അപ്പോ ശൗല് അതിനങ്ങ് സമ്മതിച്ചു. കാരണം ജനത്തെ അങ്ങ് പേടിച്ചു. ചോദിച്ചാ പറയാം, ഞാൻ ജനത്തെ പേടിച്ചു, ജനം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് സമ്മതിച്ചു. കർത്താവ് എടുത്ത് തൂക്കിയെടുത്ത് വെളിക്കളഞ്ഞു. ഗ്ലോറി, ഇതാ ദൈവം മനുഷ്യന്റെ ഇഷ്ടമെന്ന യാഗപീഠത്തിൽ ശൗൽ എന്ന ഒന്നാമത്തെ ഇസ്രായേലിന്റെ മഹാരാജാവ് തന്നെ തന്നെ യാഗം കഴിച്ചു. ഗ്ലോറി, ഹല്ലേലൂയ. ഇതാ ഇത് നമുക്ക് കാണാം. യേശുവിന്റെ ശിഷ്യനായ യൂദാസ്. യൂദാസ് എവിടെ യാഗം കഴിച്ചേ? ഇതാ പണം എന്നുള്ള ദ്രവ്യാഗ്രഹം എന്ന യാഗപീഠത്തിൽ ഇതാ യൂദാസ് തന്നെ തന്നെ യാഗം കഴിച്ചു. സഹോദരങ്ങളെ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങളും ഞാനും ഏത് യാഗപീഠത്തിലാണെന്നിരിക്കണേ? പ്രാവർത്തിക തലത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഡെലിവറൻസിന്റെ അതിൽ ആ പിശാച് പറയുക, I am monitoring each and every one of you. Our kingdom is monitoring each and every one of you. We know even your thoughts. നിന്റെ ചിന്തകളെ വരെ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. ഗ്ലോറി, ഹല്ലേലൂയ. പിശാചിന്റെ മുമ്പിൽ നമ്മൾ സാക്ഷിയുള്ളവരായി ജീവിക്കണം. പിശാചിനൊക്കെ തൊടാൻ കിട്ടത്തില്ല. അതിലൊരു ദേവാസോട് ഒരു ദേവാസം പറഞ്ഞു, നിന്റെ സ്ഥാനം എന്റെ കാലിന്റെ കീഴാന്ന് പറഞ്ഞപ്പോ പിശാച് തിരിച്ചു പറയാ, നീ പറഞ്ഞ ശരിയാ, നിന്റെ കാലിന്റെ കീഴാ ഞങ്ങള്. പക്ഷെ ഞങ്ങളുടെ യുദ്ധം തീർന്നിട്ടില്ല. പക്ഷേ ഇവരുടെ കാലിന്റെ കീഴൊന്നുമല്ല ഞങ്ങള്. ജനത്തെ കാണിച്ച്, വിശ്വാസികളെ കാണിച്ചിട്ട് പറയാ, ഇവരുടെ കാലിന്റെ കീഴൊന്നുമല്ല വന്നത്. നിനക്ക് കാണിച്ചു തരാമോ? ഇവരൊക്കെ വന്ന് എന്തിനാണെന്നറിയാമോ? ഇവരുടെ ആവശ്യങ്ങൾ ഉള്ളതുകൊണ്ടാ വന്നത്. ഒരാൾക്ക് ജോലി വേണം, ഒരാൾക്ക് പ്രമോഷൻ വേണം, ഒരാൾക്ക് ഗർഭഫലം വേണം, ഒരാൾക്ക് ക്യാഷ് വേണം. ഇങ്ങനെയാണ് ഓരോരുത്തരും വന്നത്. ഇവർക്കാർക്കും നിന്റെ ദൈവത്തെ വേണ്ട. നിനക്കറിയോ? പിശാച് തിരിച്ചു ചോദ്യം ചോദിച്ചു. ദൈവാസം മിണ്ടിയില്ല. ഹല്ലേലൂയ. പിശാചിനെ അറിയാൻ സഹോദരങ്ങളെ നമ്മൾ എന്തിനാ വന്നേക്കണേന്ന്. ഹല്ലേലൂയ. എന്നിട്ട് പിശാച് പറയാ, ഐ ആം ലിസണിങ് ദെയർ പ്രയർ. ഞാനാണ് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്നത്. ഗ്ലോറി, ഞാൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുക മാത്രമല്ല, അതിന്റെ കൂടെ കിട്ടിയതിന്റെ കൂടെ ഞാൻ പാക്കേജ് ആയിട്ട് കുറച്ച് പ്രശ്നം കൂടെ ചേർത്ത് വയ്ക്കും. ഇവരെ അത് കിട്ടിക്കഴിയുമ്പോ ചിലത് അനുഭവിക്കും ഇവരുടെ ജീവിതത്തിൽ. അതോടുകൂടി ഒരു വിശ്വാസത്തിൽ താഴെ പോകും. ഗ്ലോറി, ഹല്ലേലൂയ. പിശാച് ചിലത് തരും. ചിലത് തന്നു കഴിയുമ്പോൾ അതിന്റെ കൂടെ ചില സഫറിങ്സും കൂടി തരും പിശാച്. ആ സഫറിങ്സ് ദൈവം തരുന്ന പോലെയുള്ള സഫറിങ്സ് അല്ല. ദൈവം നമ്മളെ പ്യൂരിഫൈ ചെയ്യാൻ സഫറിങ്സ് തരുന്നത്. ഈ സഫറിങ്സ് വന്നു കഴിഞ്ഞാൽ അത് പറയാണ്, അതോടുകൂടി ഇവരുടെ പ്രത്യാശ നശിക്കും, ഇവർ താഴെ വീഴും. ഗ്ലോറി. അപ്പൊ പ്രിയരെ, നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. എന്നാൽ ശ്രദ്ധിച്ചേ, ഒരു പുരുഷൻ എങ്ങനെയാ ഭരിക്കണമെന്ന് അറിയാമോ? ഇതാ ലോകം നേടുന്ന ആ ലെവലല്ല ഈ നമ്മൾ ഭരിക്കേണ്ടത്. ദാ ഇവിടെ എഴുതിയിരിക്കുകയാണ്, ദ പ്രോഫിറ്റ് ഓഫ് ദിസ് ലൈഫ് ആൻഡ് റോങ് എക്സ്ചേഞ്ച് വാല്യൂ. ഗ്ലോറി, ശ്രദ്ധിച്ചേ, പ്രോഫിറ്റ് ഓഫ് ദിസ് ലൈഫ് ആൻഡ് റോങ് എക്സ്ചേഞ്ച് വാല്യൂ. നമ്മൾ എന്താ ചെയ്യുന്നത് അറിയാമോ? ലോകം നേടുന്നതിന് വേണ്ടി ദൈവം തന്ന സമയം മുഴുവൻ ലോകം നേടുക എന്ന യാഗപീഠത്തിൽ നമ്മളെങ്ങ വെക്കും.
ലോകം നേടുക എന്ന യാഗപീഠത്തിൽ അങ്ങ് വെച്ചിട്ട് ദൈവം എന്ന സമയം മുഴുവൻ അതിലങ്ങ് തീർക്കും. കർത്താവ് പറയുകയാണ്, ആ ദിവസം നീ ഉപജീവന ഭാരത്താൽ കുടുങ്ങി ആ ദിവസം ഒരു കണി പോലെ നിന്റെ ജീവിതത്തിൽ വരരുത്. ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ നിനക്ക് സമയം തന്നത് നിന്റെ ജീവൻ നേടാനാണ്. ഗ്ലോറി, ഹല്ലേലൂയ. ജീവിതത്തിൽ നീ എന്ത് ചെയ്യണം? അപ്പൊ ഇത് വേണ്ടയോ? വേണം. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് കരുതുക. ഗ്ലോറി, ആ ഒരു ലെവലിൽ നിന്നുകൊണ്ട് നീ ജീവനെ നേടിക്കൊള്ളണം. ലോകം നേടുക എന്ന യാഗപീഠത്തിൽ കൊണ്ടുപോയി നിന്നെ വെക്കരുത്. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ്, കുഞ്ഞെ നീ ലോകം മുഴുവൻ നേടിയാലും ഈ ഞാൻ തന്ന സമയം കൊണ്ട് നീ ലോകം മുഴുവൻ നേടി, അനേക പദ്ധതികൾ ചെയ്തു, ലോകം മുഴുവൻ നേടി, പക്ഷെ നിന്റെ ജീവനെ നഷ്ടമാക്കിയ നിനക്ക് എന്താ ഗുണമുള്ളേ? ഒരു ഗുണവും ഇല്ല. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ഇതാ എഴുതിയിട്ടുണ്ടോ, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ജീവനെ നഷ്ടപ്പെടുത്തി എന്ത് പ്രയോജനം? പിന്നെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നിന്റെ ജീവന് എക്സ്ചേഞ്ച് വാല്യൂ ആയി നീ എന്ത് തരും? നിന്റെ ജീവന് എക്സ്ചേഞ്ച് വാല്യൂ ആയി നീ എന്ത് തരും? ഗ്ലോറി, ഹല്ലേലൂയ. ഇതാണ് യേശു ചെയ്തത്, ജീവന്റെ എക്സ്ചേഞ്ച് വാല്യൂ. ഗ്ലോറി, നമ്മള് ലോകം നേടുക എന്ന യാഗപീഠത്തിലല്ല നമ്മളെ കണ്ടു വെക്കേണ്ടത്. ഇതാ യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ ചെയ്തത്. യഥാർത്ഥ ഭർത്താവ്, യഥാർത്ഥ പുരുഷൻ കണ്ടു പഠിച്ചോ ഈ പുരുഷനെ. ഗ്ലോറി, തന്റെ ഭാര്യയെ നേടാൻ വേണ്ടി എന്താ ചെയ്യുന്നത് അറിയാമോ? ഭാര്യയ്ക്ക് കീഴടങ്ങുകയല്ല ചെയ്തത്, ഭാര്യ നേടാൻ വേണ്ടി തന്റെ ഇഷ്ടവും ഭാര്യയുടെ ഇഷ്ടവും ഒരുമിച്ച് സറണ്ടർ ചെയ്തിട്ട് ദൈവ ഇഷ്ടത്തിനായി ഏൽപ്പിച്ചു കൊടുത്തു. എങ്കിലും എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഇതാ ദൈവ ഇഷ്ടം എന്ന യാഗപീഠത്തിൽ യേശു തന്നെ യാഗമാക്കി. ഇതാണ് പുരുഷന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ നമ്മൾ ഒരുമിച്ച് ചെയ്യേണ്ടത്. ദൈവ ഇഷ്ടം എന്ന യാഗപീഠത്തിൽ നമ്മളെ തന്നെ യാഗമാക്കണം. ഗ്ലോറി, വേറെ ആരുടെ ഇഷ്ടമല്ല. പലരും ഈ യാത്രയിൽ പിണങ്ങും. ഗ്ലോറി, പലരും യാത്രയിൽ പിണങ്ങും. യേശുവിന്റെ ജീവിതത്തിൽ തന്നെ എത്രയോ പ്രാവശ്യം ഇതാ യേശുവിന്റെ സഹോദരങ്ങളും മറ്റുള്ള അമ്മയൊക്കെ കാണാൻ വരുമ്പോ യേശു പറയുന്ന ഒരൊറ്റ കാര്യം, ചീട്ട് കൈ കിട്ടിയപ്പോ ആരെന്റെ സഹോദരന്മാർ, ആരെന്റെ അമ്മ? എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് എന്റെ സഹോദരന്മാരും അമ്മയും ഒക്കെ. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പൊ പ്രിയരെ, പലരും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകും. ഇതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ സമാധാനമല്ല വാളത്ര വരുത്താൻ വന്നത്. കാരണം നീ എന്റെ ഇഷ്ടത്തിൽ നിൽക്കുമ്പോൾ മനുഷ്യ ഇഷ്ടത്തിൽ നിൽക്കുന്ന പലരും വിട്ടുപോകും. ലോക സ്നേഹികൾ വിട്ടുപോകും, ജഡസ്നേഹികൾ വിട്ടുപോകും, കണ്ണിഷ്ട അതായത് കൺമോഹമുള്ളവർ വിട്ടുപോകും, ജഡമോഹമുള്ളവർ വിട്ടുപോകും, ജീവിതത്തിന്റെ പ്രതാപം കാണിക്കാനിരിക്കുന്നവർ വിട്ടുപോകും. ഇതെല്ലാം പിശാചിന്റെ ഡിപ്പാർട്ട്മെന്റുകളാ. കൺമോഹം, ജഡമോഹം, ജീവിതത്തിന്റെ പ്രതാപം, അവരൊക്കെ നിന്നെ വിട്ടുപോകും. ഗോറെ, നീ താഴ്മയുള്ളവനായി തീരും, നീ സിമ്പിളായി തീരും. നിന്റെ ജീവിതത്തിൽ നിനക്ക് പിന്നെ ഒരാഗ്രഹം ഉണ്ടാകത്തില്ല. ഓൺലി വൺ ഡിസേർവ് ടു ഫുൾഫിൽ ദ വിൽ ഓഫ് മൈ ഫാദർ. എന്റെ ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിക്കുന്നതിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരും. അവരെ പിശാചിന് പേടിയാണ്, അവരെ പിശാചിന് പേടിയാണ്. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ ദൈവത്തിന്റെ ജനമേ, യേശു പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് നോട്ട് മൈ വിൽ ബട്ട് ദൈ വിൽ. ഞാൻ ആ പിശാചിന്റെ ആ വാദം കേട്ടപ്പോ അവന് പിശാച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, യേശുവേ നീ ഉണ്ടല്ലോ, അന്ന് നീ പാനപാത്രം ഒഴിഞ്ഞു പോകാൻ വേണ്ടി പിതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അന്ന് നീ മിണ്ടാതിരുന്നെങ്കിൽ, അതിനുശേഷം നീ മിണ്ടാതിരുന്നെങ്കിൽ ഞങ്ങൾ ജയിച്ചേനെ. പക്ഷെ നിന്റെ ഒരു വേർഡ് ഞങ്ങളെ തകർത്ത് കളഞ്ഞു. എങ്കിലും പിതാവേ, എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം എന്ന് പറഞ്ഞ ആ നിമിഷം ഞങ്ങൾ തകർന്നു. ഗ്ലോറി, നീ നിന്നെ തന്നെ തകർക്കാൻ, യാഗമാക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. അവിടെയാണ് പിശാചിന്റെ തകർച്ച. ഗ്ലോറി, അല്ലേ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ശബ്ദപതിയിൽ കേൾക്കുന്ന ജനമേ, നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇനി നമ്മുടെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ നിറവേറട്ടെ. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഇഷ്ടം എടുത്ത് തലയിൽ വെക്കുകയല്ല. നമ്മുടെ ഇഷ്ടവുമില്ല, മറ്റുള്ളവരുടെ ഇഷ്ടവുമില്ല, നമ്മളെ ഉണ്ടാക്കിയ ദൈവത്തിന്റെ ഇഷ്ടം. ഇതാണ് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമാകുവാനുള്ള കാരണം. ഗ്ലോറി, ഹല്ലേലൂയ. അതുകൊണ്ട് ഒരുമിച്ച് യേശു എന്ന ആ മാതൃകാ പുരുഷനോട്, ആ മാതൃക ഹസ്ബൻഡിനോട് ചേർന്ന് നമുക്ക് നല്ല ഹസ്ബൻഡുമാരായിരിക്കുക. സഹോദരിമാരെ, ഈ ലോകത്തിൽ മാത്രമേ നിങ്ങൾ സഹായികളായിട്ടുള്ളൂ. എന്നാൽ ഈ ലോകത്തിന്റെ അപ്പുറം പുനരുദ്ധാന ജീവിതത്തിൽ ജീവന്റെ കൃപയ്ക്ക് തുല്യ പങ്കാളികളാണ്. പുരുഷനും സ്ത്രീയും ഒരേപോലെ. അവിടെ പുരുഷനെന്നില്ല, സ്ത്രീ എന്നില്ല, നമ്മളെല്ലാം ദൈവപുത്രന്മാരാ. ഗ്ലോറി, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വ്യാധിയുണ്ട്, കഷ്ടമുണ്ട് ഈ വീട്ടിൽ, മരണമുണ്ട്, ദുഃഖമുണ്ട് ഈ നാട്ടിൽ. വ്യാധിയുണ്ട്, കഷ്ടമുണ്ട് ഈ വീട്ടിൽ,
മരണമുണ്ട് ദുഃഖമുണ്ട് ഈ നാട്ടിൽ. രോഗമില്ല നാട്, രോഗിയില്ല വീട്, ആരാ ലോകത്തില്. രോഗമില്ല നാട്, രോഗിയില്ല വീട്, ആരാ ലോകത്തില്. വിശ്വാസമാടി നോക്കി വേഗമോടിടാം, വേഗമോടിടാം, വേഗമോടിടാം. വിശ്വാസമാടി